സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലും കൊല്ലപ്പെട്ട ആളിന്റെ നെറ്റിയിൽ പ്രതി കൊല ചെയ്ത് ആവേശം തീർത്ത് പതിപ്പിച്ച നാണയത്തിലെ വിരലടയാളവും ക്രൈംബ്രാഞ്ച് ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെടുത്ത നാണയത്തിലെ വിരലടയാളവും ഒന്ന് തന്നെയാണ് എന്ന ഫിംഗർ പ്രിന്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ഇത് പൈശാചികമായി കരുതിക്കൂട്ടി ചെയ്തൊരു കൊലപാതകമാണെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കൊല്ലപ്പെട്ട ആളിന് പ്രതിയോട് യാതൊരുവിധ മുൻകാല വൈരാഗ്യവുമില്ലായിരുന്നു. കൊല്ലപ്പെട്ടയാൾ താമസിക്കുന്ന കോളനിയിൽ ശബ്ദായമാനമായ ഉത്സവം നടക്കുന്ന ദിവസമാണ് കൊല ചെയ്യാൻ പ്രതി കരുതിക്കൂട്ടി തെരഞ്ഞെടുത്തത്. മാരകായുധവുമായിട്ടാണ് കൊല്ലപ്പെട്ട ആളിന്റെ താമസ സ്ഥലത്ത് പ്രതി കടന്നു ചെല്ലുന്നത്. സമയം രാത്രി. ശാസ്ത്രീയമായി വൈരാഗ്യത്തോടെ പ്ലാൻ ചെയ്ത ഒരു കൊലപാതകം, എ കാൽക്കുലേറ്റഡ് കോൾഡ് ബ്ലഡഡ് മർഡർ ആയതിനാൽ IPC 302 വകുപ്പ് അനുസരിച്ച് കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകത്തിനും IPC 454 വകുപ്പ് അനുസരിച്ച് അതിക്രമിച്ച് കടന്നതിനും IPC 458 വകുപ്പ് അനുസരിച്ച് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ മാരകായുധമായി ചെന്നതിനും പ്രതിക്ക് നിയമം അനുവദിച്ചിട്ടുള്ള ഏറ്റവും കൂടിയ ശിക്ഷ മാതൃകാപരമായി നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് പ്രോസിക്യൂഷൻ ഭാഗം അപേക്ഷിച്ചുകൊള്ളുന്നു. That's all. Yes. യുവർ ഓണർ, സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് ഈ പ്രതി കൊലക്കുറ്റത്തിന് ഉത്തരവാദി എന്ന് തെളിയിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ആ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതി ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ആ സാഹചര്യ തെളിവുകളെല്ലാം പ്രതിക്ക് അനുകൂലമായി മാത്രമേ പരിഗണിക്കാവൂ എന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ ബോധിപ്പിക്കുകയാണ്. പരസ്പര വിരുദ്ധമായ ആരോപണങ്ങളാണ് പ്രോസിക്യൂഷൻ ഇവിടെ വാദമുഖത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. I object, Your Honor. Objection overruled. Proceed. കൊല്ലപ്പെട്ട ആളിന് എന്റെ കക്ഷിയോട് മുൻകാല വൈരാഗ്യമില്ലായിരുന്നു എന്ന പ്രോസിക്യൂഷന്റെ വാദത്തിൽ നിന്ന് തന്നെ കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകം എന്റെ കക്ഷി ആസൂത്രണം ചെയ്തിട്ടില്ലെന്നുള്ളത് വ്യക്തമാകുന്നു. ജീവിത പ്രാരാബ്ദങ്ങളുടെ നടുവിൽ നിന്ന് ജോലി തേടി സ്വന്തം നാട്ടിൽ നിന്നും നഗരത്തിൽ അഭയം തേടിയ യുവാവാണ് എന്റെ കക്ഷി. കേറിക്കിടക്കാൻ ഇടം കൊടുത്ത നല്ലവരായ വീട്ടുകാരുടെ 12 വയസ്സ് പ്രായമുള്ള ഓമന മകളെ പരോളിലിറങ്ങിയ കുറ്റവാളിയായ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഗുരുദാദ മുടിയിൽ കുത്തിപ്പിടിച്ച് പൊക്കി മുടി വെട്ടിയെരിഞ്ഞ് അട്ടഹസിക്കുന്നത് കണ്ടപ്പോൾ മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത എന്റെ കക്ഷി സ്വന്തം രക്ഷ പോലും നോക്കാതെ ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയതിൽ നിന്നും എന്റെ കക്ഷി ഒരു മനുഷ്യ സ്നേഹിയാണെന്നുള്ളത് വ്യക്തമാകുന്നു. കലാപരമായി തന്റെ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഗുരുദാദ എന്റെ കക്ഷിയുടെ തൊഴിൽ സ്ഥലത്ത് വെച്ച് എന്റെ കക്ഷിയെ മർദ്ദിക്കുകയും അതുമൂലം തൊഴിൽ നഷ്ടപ്പെട്ടിട്ട് പോലും എന്റെ കക്ഷിക്ക് കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ആളിനോട് യാതൊരുവിധ വൈരാഗ്യവുമില്ലായിരുന്നു. തുടരെ തുടരെയുള്ള ഗുരുദാദയുടെ ആക്രമണ സ്വഭാവം. Objection, Your Honor. Objection overruled. You can proceed. എന്റെ കക്ഷി താമസിക്കുന്ന വീട്ടിൽ വന്ന് താമസം മാറ്റണമെന്നും വീട്ടുടമസ്ഥരെ ചുട്ടുകരിക്കുമെന്നും ഭീഷണി ഈ ദാദ മുഴക്കിയിട്ടുണ്ടെന്നുള്ളത് ഈ പട്ടികയിലെ 1-ാം സാക്ഷി ദിവാകരന്റെ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാകുന്നു. വീട്ടുപടിക്കൽ മരണമുദ്രയായി ദാദ ഇട്ടിട്ട് പോയ ചങ്ങല കണ്ട് അസ്വസ്ഥമായ മനസ്സിൽ തെളിഞ്ഞ ആശ്രയമില്ലാത്ത സ്വന്തം അമ്മയെയും പെങ്ങളെയും പിച്ചും പേയും പറയുന്ന കുട്ടിയെയും ഓർത്ത് ഉറങ്ങാൻ പോലും കഴിയാതെ വന്നപ്പോൾ സമാധാനം കാംക്ഷിച്ച് ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയാണ് എന്റെ കക്ഷി ദാദയുടെ താവളത്തിലെത്തിയത്. മാരകായുധവുമായി ചെന്നുവെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ഗുരുദാദ മരണപ്പെട്ടത് ചങ്ങല ഉപയോഗിച്ചല്ല എന്നിരിക്കെ എന്റെ കക്ഷി കരുതിക്കൂട്ടി കൊല ചെയ്യാൻ മാരകായുധം വഹിച്ചിരുന്നില്ല എന്നുള്ളത് തെളിയുന്നു. ഗുരുദാദ എന്ന തന്റെ സ്വന്തം പേരിനെ അന്വർത്ഥമാക്കുന്ന മർദ്ദനമുറകളായിരുന്നു ഒത്തുതീർപ്പിന് വേണ്ടി ചെന്ന എന്റെ കക്ഷിക്ക് അനുഭവിക്കേണ്ടി വന്നത്. അടിവാങ്ങി അവശനായ എന്റെ കക്ഷി ആയുധവുമായി തന്നെ കൊല്ലാൻ വന്ന ഗുരുദാദയുമായി ആത്മരക്ഷാർത്ഥം മൽപ്പിടുത്തം നടത്തുകയും അതിനിടയിൽ സ്വന്തം കയ്യിലിരുന്ന ആയുധം കൊണ്ട് ഗുരുദാദ കൊല്ലപ്പെട്ടുവെന്നാണ് ബഹുമാനപ്പെട്ട കോടതിയെ എനിക്ക് ധരിപ്പിക്കാനുള്ളത്. സാക്ഷി വിസ്താരത്തിലെ ബി പട്ടികയിലെ 3-ാം സാക്ഷി സൂസന്നയുടെ മൊഴിയിൽ സ്വന്തം പിതാവിന്റെ ശവശരീരം വീട്ടുമുറ്റത്തിട്ട് ചുട്ടുകരിക്കാമെന്ന ഗുരുദാദയുടെ ശിങ്കടികളിൽ നിന്നും തന്റെ അപ്പന്റെ ശവശരീരവും മാനവും രക്ഷിച്ചത് എന്റെ കക്ഷിയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്നേഹവികാരത്തിൽ എന്റെ കക്ഷിയുമായി ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച സൂസന്നയോട് സ്വാർത്ഥമോഹമില്ലാതെ എല്ലാം തുറന്നു പറയുകയും പോലീസിനെ സത്യമെന്തെന്ന് അറിയിക്കാൻ തയ്യാറായവനുമാണ് എന്റെ കക്ഷി. I object, Your Honor. Objection sustained. പ്രതിഭാഗം അഡ്വക്കേറ്റ് സംഭവങ്ങളെ പൊടിപ്പും തൊങ്ങലും വെച്ചൊരു കഥയാക്കി മാറ്റി നിയമത്തിന്റെ മുന്നിൽ മറയിടാൻ ശ്രമിക്കുകയാണ്. ഒബ്ജക്ഷൻ, യുവർ ഓണർ. Objection sustained. സത്യം നിറകണ്ണുകളോടെ ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലുണ്ട്. കഴുത്തോളം അടുത്ത താലിഭാഗ്യം നഷ്ടപ്പെട്ട് നിയമത്തിന്റെ ഔദാര്യ വെളിച്ചത്തിന് വേണ്ടി കേഴുന്ന ഈ പെൺകുട്ടിക്ക് വിധിയിലൂടെ ആ താലിഭാഗ്യം നൽകണമെന്നും നിരപരാധിയായ ഈ യുവത്വത്തെ നിയമത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും നൽകി സംരക്ഷിക്കണമെന്നും ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി ഞാൻ അപേക്ഷിച്ചുകൊള്ളുന്നു. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. വിധിക്ക് മുമ്പ് കോടതി മുമ്പാകെ പ്രതിക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? അറിഞ്ഞുകൊണ്ട്
ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ജീവിക്കാൻ അനുവദിക്കണം. അടുത്ത മാസം 25-ാം തീയതി ഈ കേസിന്മേലുള്ള വിധി പറയാനായി മാറ്റിവെക്കുന്നു. വിഷ്ണു. ഈ കേസിലെ എല്ലാ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പ്രതി വിഷ്ണു കരുതിക്കൂട്ടി ഹീനമായി കൊല നടത്തി എന്നത് കോടതിക്ക് സംശയാതീതമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ പ്രതി IPC 302, 458 എന്നീ വകുപ്പുകൾ അനുസരിച്ച് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടിരിക്കുന്നു. ഈ കേസിന്റെ പ്രത്യേക സാഹചര്യവും കൊല നടത്തിയ രീതിയും കണക്കിലെടുക്കുമ്പോൾ പ്രതിക്ക് നിയമം അനുവദിക്കുന്ന പരമാവധി ശിക്ഷ നൽകണമെന്ന് കോടതി തീരുമാനിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അംഗീകാരത്തിന് വിധേയമായി പ്രതിയെ മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. ഒന്ന് മാറി നിൽക്കണം. ദിവാകരേട്ടൻ വിജയിച്ചേ. നിങ്ങൾ രണ്ടുപേരും കൂടെ എനിക്കില്ലായിരുന്നെങ്കിൽ സമാധാനമായിട്ട് മരിക്കായിരുന്നു. കോടതി വിധിയല്ലേ കഴിഞ്ഞുള്ളൂ. ദൈവത്തിന്റെ വിധി ഇനി ബാക്കിയില്ലേ വിഷ്ണുട്ടാ? ദൈവത്തിന്റെ വിധിയാണ് സൂസനെയും ഞാനും. അതെന്നേ കഴിഞ്ഞിരിക്കുന്നു. അപ്പീലിനെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത്. ദിവാകരേട്ടൻ ആഭ്യന്തരമന്ത്രിയായി അറിഞ്ഞില്ലേ? വീട്ടിൽ വന്നിരുന്നു. എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് വിഷ്ണുവേട്ടനെ രക്ഷിക്കുമെന്ന് എന്നോട് പറഞ്ഞു. നമസ്തേ സാർ. നമസ്തേ സാർ. മിനിസ്റ്ററോട് ഞാൻ പറയാം. സാർ, വിഷ്ണു ആ സെല്ലിലാണ്. നമസ്തേ സാർ. സ്വന്തം അനിയനെ പോലെയാണ് എനിക്ക് വിഷ്ണു. അവനെ വിധി വരാൻ പാടില്ലായിരുന്നു. അപ്പീല് പോയിട്ടുണ്ട് സാർ. അവനെ ഒന്ന് കാണാൻ വേണ്ടിയാ ഞാൻ ഇത്ര പെട്ടെന്ന് ഒരു ജയിൽ വിസിറ്റ് വെച്ചത്. നല്ലവനാണ് സാർ. ഇവിടെ എല്ലാവർക്കും വലിയ കാര്യ വിഷ്ണുവിനെ. വിധി അറിഞ്ഞ ദിവസം പുള്ളികൾ ഒട്ടുമുക്കാലും വൈകുന്നേരം ഭക്ഷണം കഴിച്ചിട്ടില്ല. പാവം. ഒഴിഞ്ഞു മാറിയതല്ല നീ. ഉറക്കെ പൊട്ടിക്കരയാൻ കഴിയില്ലല്ലോ മന്ത്രിക്ക്. ദിവാകരേട്ടനെ കാണാൻ കഴിഞ്ഞല്ലോ. നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട വിഷ്ണു. ഹൈക്കോടതി വിധി അനുകൂലമാണോ ഇല്ലയോ നോക്കട്ടെ. അല്ലെങ്കിൽ പ്രസിഡന്റിന് ദയാഹർജി കൊടുക്കാം. എന്റെ സ്വാധീനം മുഴുവൻ ഉപയോഗിച്ച് നിന്നെ ഞാൻ രക്ഷിക്കും. നിന്നെ കാണാൻ എന്റെ കൂടെ രണ്ടുപേര് വന്നിട്ടുണ്ട്. ഞാൻ അവരെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. നീ അവരോട് ദേഷ്യപ്പെടരുത്.